ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് അമേരിക്ക ഇപ്പോഴും മൗനാനുവാദം നൽകുന്നുണ്ടെന്നാണ് തെളിവുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഗാസയിൽ ഉടനടി നിരുപാധികവും അതുപോലെ സ്ഥിരവുമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പൂർണ്ണ മാനുഷിക സഹായം തേടണമെന്നും ആവശ്യപ്പെട്ടുള്ള UN സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തിരിക്കുകയാണിപ്പോൾ. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഇത് യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുമെന്ന് വാദിച്ചാണ് അമേരിക്ക പ്രമേയം കൂടുതലും തള്ളിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ കൗൺസിലിലെ മറ്റ് 14 രാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ടും ചെയ്യുകയുണ്ടായി. ഹമാസിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു വെടിനിർത്തൽ കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഈ പ്രമേയം ദുർബലപ്പെടുത്തുന്നുവെന്നാണ് അമേരിക്ക ഉയർത്തുന്ന പ്രധാന വാദം. ഗാസയിലെ സ്ഥിതിഗതികളെ ദുരന്തമെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഈ പ്രമേയവും. മാത്രമല്ല, ഗാസയിലേക്കുള്ള സഹായം അനുവദിക്കുന്നതിനായുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഉടനടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിനുള്ള ഹമാസിന്റെ ആവശ്യത്തെ അമേരിക്ക ശക്തമായി തന്നെയാണ് വിമർശിക്കുന്നത്. കൂടാതെ ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ കൗൺസിലിന്റെ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക ഇത് 5ാം പ്രാവശ്യമാണ് കൂടുതലും തടയുന്നതും. മാത്രമല്ല, നവംബറിൽ ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും ഉടനടി നിരുപാധികമായി മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിനിർത്തലിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വാദം ഉയർത്തിക്കൊണ്ട് ബൈഡൻ ഭരണകൂടം അതേസമയം തന്നെ 2023 ഒക്ടോബർ മുതൽ ഇതുവരെ ഗാസയിൽ 50,000-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ അതുപോലെ പരിക്കേൽക്കുകയോ ചെയ്തതായിട്ടാണ് പാലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള UN ഏജൻസികൾ കൂടുതലും വെളിപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ ശരിക്കും ഒരാളും സുരക്ഷിതരല്ല. മാത്രമല്ല, ആരെയും ഒഴിവാക്കില്ല എന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. യൂണിസെഫിന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ വെറും 20 മാസത്തിനുള്ളിൽ 50,000 ആൺകുട്ടികളും പെൺകുട്ടികളും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത്. ഗാസ മുനമ്പിൽ കുട്ടികൾ, മാനുഷിക മെഡിക്കൽ പ്രവർത്തകർ, പ്രഥമ ശുശ്രൂഷകർ, അതുപോലെ പത്രപ്രവർത്തകർ എന്നിവരുൾപ്പെടെയുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. ഗാസയിൽ ഇപ്പോൾ ശരിക്കും ആരും തന്നെ സുരക്ഷിതരല്ല. മാത്രമല്ല, ആരെയും ഒഴിവാക്കുകയുമില്ല. ഈ സ്ഥലവും സുരക്ഷിതമല്ല എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2023 ഒക്ടോബർ മുതൽ 50,000-ലധികം കുട്ടികൾ, അതുപോലെ ഓരോ 20 മിനിറ്റിലും ഒരു കുട്ടി എന്ന നിലയിൽ കൊല്ലപ്പെടുകയോ അതുപോലെ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് UN ചിൽഡ്രൻ ഫണ്ട് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപനം കൂടുതലും നടത്തിയിരുന്നത്. മാർച്ച് 18-ന് വെടിനിർത്തൽ അവസാനിച്ചതിനെ തുടർന്നുകൊണ്ട് 1309 കുട്ടികൾ കൊല്ലപ്പെടുകയും അതുപോലെ 3738 പേർക്ക് പരുക്കുമേൽക്കുകയുണ്ടായി. 2023 ഒക്ടോബർ മുതൽ മൊത്തത്തിൽ 50,000-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ അതുപോലെ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യം മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയുടെയും യൂണിസെഫ് റീജിയണൽ ഡയറക്ടർ എഡ്വാർഡ് ബിഗ് ബൈഡർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനി എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും മരിക്കേണ്ടി വരുമെന്ന ചോദ്യം ബാക്കിയായി ഇപ്പോൾ അവശേഷിക്കുകയാണ്. കൂടാതെ ഗാസയിലെ കുട്ടികൾ ഇപ്പോൾ സങ്കല്പിക്കാനാവാത്ത ഭീകരതയുടെ വേദനാജനകമായ സമയങ്ങളിലൂടെയാണ് കൂടുതലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കെതിരായ ഗുരുതരമായ നിയമലംഘനങ്ങൾ, സഹായ ഉപരോധം, പട്ടിണി, നിരന്തരമായ നിർബന്ധിത കുടിയിറക്കം, അതുപോലെ ആശുപത്രി, ജലസംവിധാനങ്ങൾ, സ്കൂളുകൾ, വീടുകൾ എന്നിവയുടെ നാശം ഓരോ ദിവസം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗാസ മുനമ്പിലെ ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഗാസയിൽ ആരംഭിച്ച സഹായ വിതരണം ഒരു മരണക്കെണിയായി മാറിയിരിക്കുന്നുവെന്ന് സംഘടനയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലാസരാനി വെളിപ്പെടുത്തുകയും ചെയ്തു. തെക്കൻ ഗാസയിലെ റാഫയ്ക്ക് പടിഞ്ഞാറുള്ള ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് സമീപം ഒത്തുകൂടിയ പാലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ അധിനിവേശ സൈന്യം വെടിയുതിർത്ത് ആക്രമിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. മാത്രമല്ല, നിരവധി പേർക്ക് പരുക്കുമേൽക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം തന്റെ പ്രതികരണം നടത്തിയത്. ഗാസയിൽ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിൽ വന്നിരുന്നവരെ കൊന്നൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് UN-ഉം അന്തർദേശീയ സന്നദ്ധ സംഘടനകളും രംഗത്ത് വരികയുണ്ടായി. മാത്രമല്ല, 400-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ കൂട്ടക്കുരുതി അപലപിച്ചുകൊണ്ട് UN ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുമെല്ലാം ഇസ്രായേൽ നടത്തുന്ന ക്രൂരത വളരെ മോശമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കൂട്ടക്കുരുതി സംബന്ധിച്ചുകൊണ്ടുള്ള സമഗ്ര അന്വേഷണം വേണമെന്നും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെടുകയുണ്ടായി. മാത്രമല്ല, ഭക്ഷണത്തിനായി കാത്തുനിന്ന പാലസ്തീനികൾക്ക് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത്. വടക്കൻ ഗാസയിൽ ദുരിതത്തിലായ പാലസ്തീനികൾക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഇസ്രായേലി നൈപ്പർമാരും ക്വാഡ് കോപ്റ്റർ ഡ്രോണുകളും സഹായ കേന്ദ്രങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ദൃക്സാക്ഷികളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത്. അമേരിക്കൻ പിന്തുണയോടെ ആക്രമണവും ഉപരോധം കടുപ്പിച്ചുകൊണ്ട് പാലസ്തീൻ ജനതയെ ആസൂത്രിത വംശഹത്യ നടത്തുകയാണ് ഇസ്രായേൽ എന്ന് ഹമാസും ശക്തമായി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കൂടാതെ 21 ലക്ഷം ജനങ്ങൾ കൊടും പട്ടിണിയിലാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ലോക ഭക്ഷ്യപദ്ധതി ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണങ്ങളിൽ 53 പേർ
കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി. മാത്രമല്ല, ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 5 സ്ത്രീകളും അതുപോലെ 7 കുരുന്നുകളും അടക്കം 14 പേരാണ് മരണപ്പെട്ടത്.